ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നൊരു മധുര പലഹാരമാണ്. അതിൻ്റെ പേര് മാലഡു. കുറച്ച് പേരെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞവർ പിന്നെ ഈ ഒരു സംഭവം വിടത്തേയില്ല. അത്ര ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു നൊസ്റ്റാൾജിയൊക്കെ അനുഭവപ്പെടുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു സംഭവം കിട്ടുന്നത്. അപ്പോൾ മാലഡുവിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ആദ്യമേ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പഞ്ചസാര എടുത്തത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇത് ഒരു 4 ഏലക്കയുടെ അരിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ മധുരം ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഈ പഞ്ചസാരയിൽ കൂടി ചേർക്കാം. എന്നിട്ട് നല്ല പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. തരി തരിയായിട്ടിരിക്കരുത്. ഏലക്ക ചേർക്കുമ്പോൾ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പഞ്ചസാരയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കടലമാവാണ്. അത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും മതിയാവും. അടുത്തതായിട്ട് എടുക്കാനുള്ളത് 1 കപ്പ് കടലമാവ്. 1 കപ്പ് കടലമാവിന് 1/4 കപ്പ് പഞ്ചസാര. ഈ ഒരളവിനാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കറക്റ്റ് മധുരമായിരിക്കും. കൂടിപ്പോവേയില്ല, കുറഞ്ഞു പോകത്തുമില്ല. ഇനി ഒരു 6 ടീസ്പൂൺ നെയ്യ് കൂടി വേണം. 6 ടീസ്പൂൺ അല്ലെങ്കിൽ കറക്റ്റ് 100 ഗ്രാം അളവിന് എടുത്താൽ മതി. അത് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യിൽ മാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് മാവ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മാവിട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അടിക്ക് പിടിക്കാതെ കരിഞ്ഞു പോകാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം ഈ നെയ്യിലൊന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കട്ടയൊക്കെ ഉണ്ടാവും. ആ കട്ട പിന്നീട് അങ്ങ് മാറിക്കോളും. കട്ട ചെറുതായിട്ട്, വലിയ കട്ടയാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ നെയ്യ് അത്രയും മാവിൽ നന്നായിട്ട് യോജിച്ച് ചേരണം. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 15 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ഒരു സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയം വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരും. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ അടുപ്പിൽ വെച്ച് വേവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 15 മിനിറ്റ് ഇത്രയും സമയം മാത്രം മതി. പിന്നെ ബാക്കിയെല്ലാം ആ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റോസ്റ്റ് ചെയ്യുന്ന സമയം അത്രയും സമയം മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ പൊടിയൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ കട്ട ആയി കിടന്നെല്ലാം മാറി വരുമ്പോഴേക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര, ഏലക്ക, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും കൂടിയാണ് പഞ്ചസാരയിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതങ്ങ് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പഞ്ചസാര മെൽറ്റായിട്ട് പോവും. പഞ്ചസാര മെൽറ്റ് ആവാൻ പാടില്ല. പഞ്ചസാര മെൽറ്റായാൽ പിന്നെ ഒരു ഹൽവേയുടെ പരുവത്തിൽ സെറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കേണ്ടി വരും. നമുക്ക് മാലഡു കണക്ക് ആ ലഡുവിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ ഒരു 3-4 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ പഞ്ചസാരയും മാവും നെയ്യും എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി വരണം. ഈ പഞ്ചസാര പൊടിച്ചത് മാവിലെല്ലാം നന്നായിട്ടങ്ങ് മിക്സായിട്ട് വരണം. പിന്നെ പഞ്ചസാര മെൽറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഫയർ ഓഫ് ചെയ്യണം. അതിനുശേഷം പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ പാത്രത്തിൽ പാനിൽ തന്നെ വെച്ചിരുന്നാൽ പഞ്ചസാര മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീണ്ടും ചൂടായി പഞ്ചസാര മെൽറ്റ് ആവാതെ പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതിനുശേഷം ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ചെറിയൊരു ചൂട്, ആ ഒരു ചെറിയ ചൂടോടെ മാത്രമേ ലഡു ആക്കി എടുക്കാൻ പാടുള്ളൂ. നല്ല ചൂടോടെ റെഡിയാക്കി എടുക്കണ്ട. അങ്ങനെ എടുക്കാനും പറ്റില്ല, കയ്യിൽ നല്ല ചൂടടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തണുക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം അത് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കണം. കൈ വെച്ച് തന്നെ നല്ല ബലപ്പിച്ച് ഫുള്ളും ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഞെരടി ഉടച്ചെടുക്കണം. എവിടെയെങ്കിലും ചില കട്ടകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കണം. ഈ സമയത്ത് ഒരു ചെറിയ ചൂടുണ്ട്. ഫുള്ളായിട്ട് അങ്ങ് തണുത്തിട്ടില്ല. ആ ഒരു പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ. ഒരു 5-6 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ആ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇതിൽ സെറ്റായിട്ട് വരും. അങ്ങനെ ഇവിടെ മാലഡുവൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ലഡുവിൻ്റെ ആകൃതിയിലാക്കി എടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ആ ഒരു ലഡു ആയതിനു ശേഷം ഒന്ന് പ്രസ് ചെയ്താൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. അതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അഥവാ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ചേർക്കാം. നെയ്യ് കൂടുതൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് ചെയ്തെടുക്കുന്ന സമയത്ത്
തന്നെ ഒന്ന് മെൽറ്റായിട്ട് വരും. ഇത് ഫുള്ള് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ ഹാർഡായിട്ടല്ലേ ഇരുന്ന അത് ഒന്ന് മെൽറ്റായിട്ട് വരും. അങ്ങനെ എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കുറച്ച് പൊടിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കുറച്ച് പൊടിയായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ. ബൈ അയാൻസ് വേൾഡ്.